എർത്തി ഇപ്പൊ ഏട്ടത്തെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഇതൊക്കെ കണ്ടിട്ട് തന്നെ എന്റെ ബ്രോ ഫ്ലാറ്റ് ആയത്. അങ്ങനെയൊന്നുമല്ല വീണ്. അതല്ല, എന്റെ ചേട്ടനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത ആളായിരുന്നു. എന്നിട്ട് ഏട്ടത്തി ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് ഏട്ടത്തി എന്തോ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട്. പറ, എന്ത് മാജിക് കാണിച്ചത്? നീ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ത്രിവിക്രമനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. എന്നാൽ ഒന്നും സംഭവിക്കില്ല. ചേട്ടൻ വന്നാൽ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓഹോ, അപ്പോ എന്റെ ചേട്ടനെ കംപ്ലീറ്റ് ആയി കുപ്പിയിലാക്കിയിരിക്കുകയാണെന്ന് അർത്ഥം. വീണേ, നമുക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ പോവാ. സോറി പ്ലീസ് ഇരിക്ക. ദിഗ്വിജയ്, വാഷ്റൂം എവിടെയുള്ളൂ? ത്രിവിക്രം, മോനെ അങ്കിളിന് വാഷ്റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. വരൂ അങ്കിൾ. എവിടെയാ? മുകളിലാണ് മോനെ. എർത്തി, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. ആക്ച്വലി ചേട്ടൻ വാങ്ങിയ ഡ്രസ്സിനേക്കാളും എനിക്ക് ഈ ഡ്രസ്സാ വളരെ നന്നായിട്ട് തോന്നുന്നത്. അല്ലല്ല, നിന്റെ ചേട്ടൻ വാങ്ങി തന്ന ഡ്രസ്സ് തന്നെ നല്ലത്. ഓഹോ, എന്റെ ചേട്ടനെ ഒത്തിരി കളിയില്ല അല്ലേ? സത്യം പറയാലോ, നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് ജോഡിയാ. അങ്കിൾ, സോറി. എന്ത് കാര്യം അങ്കിൾ? അത് ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നതാ. അപ്പുറത്തെ റൂം യൂസ് ചെയ്തോളൂ. താങ്ക് യു. സോറി. ആരത്? അവരെന്റെ ഡാഡിയുടെ ഫ്രണ്ടാ, ശിവങ്കിൾ എന്ന് പറയും. നമ്മുടെ ഫാമിലിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ, വളരെ നല്ല ആളും കൂടിയാ. ഞങ്ങളൊക്കെ ഇവിടെ ഹെൽത്തിയായും സൂപ്പറായിട്ടും ഇരിക്കുന്നെങ്കിലേ അതിനൊക്കെ അങ്കിളാ കാരണം. എല്ലാവരും വളരെ നന്നായിട്ട് നോക്കുന്ന അങ്കിളിനെന്തോ അടുത്തിടെ ഒരു അപകടം പറ്റിയെന്നാ കേട്ടെ. ഡാഡി അവർക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ വന്നു. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇനിയും ലേറ്റ് ആക്കണ്ട. നമുക്ക് താഴേക്ക് പോയാലോ? മോളെ ശിവാനി, നിനക്ക് വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ത്രിവിക്രം, ഇതാടാ എന്റെ മരുമകളാകാൻ പോകുന്ന ശിവാനി. എന്റെ മകൻ കണ്ടുപിടിച്ച പെൺകുട്ടി. ഞാനും എന്റെ എൻ്റയർ ഫാമിലിയും ഇവളെ ഞങ്ങളുടെ മരുമകളാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു. അല്ല ദിഗ്വിജയ്,
നീ അവരെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇനി ഞങ്ങളെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്ക്. ശിവാനി, ഇതാണ് ഭൂമിനാഥൻ. നമസ്കാരം. നമസ്തേ. ഇവിടെ മൈനിങ് ബിസിനസ് നടത്തുക. അതാണ് വിശ്വനാഥൻ. അവരെ അറിയാം. ഓ, നിങ്ങൾ പരിചയമുണ്ടല്ലേ. പിന്നെ ഇത് ഗോപകുമാർ, ഈസ് എ ഫൈനാൻഷ്യർ ആൻഡ് എ ഹോട്ടലിയർ. ഇത് സാമ്രാട്ട്, സോമിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാവരും നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ. ഓ, നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഞങ്ങളെക്കാളും എക്സൈറ്റ്മെന്റ് നിനക്കായിരുന്നില്ലേ? എന്നിട്ടിപ്പോ സത്യം പറഞ്ഞ നീ പറഞ്ഞതും ശരിയാ. അല്ല, ശിവൻ ഇതുവരെ വന്നില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിട്ട് വന്നേ. ഓക്കെ ഡാഡി. നീ അവിടെ അവന്റെ കാര്യമല്ലേ, ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ നോക്കാം മുതലാളി. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോടാ. മരുമകളെ കണ്ട് മാർക്കിടണമെന്ന് പറഞ്ഞ് പോയവനാ. എത്ര കൊടുക്കുമെന്ന് നോക്കാമല്ലോ. നാഗറാണി, നാഗറാണി, നാഗറാണി. അയ്യോ, ഞങ്ങൾ ആരുടെ മുൻപിൽ പെടരുന്ന് വിചാരിച്ചോ? ആരുടെ കെണിയിൽ അകപ്പെടരുന്ന് വിചാരിച്ചോ? അവളത് ദിഗ്വിജയന്റെ വീട്ടില്, അതും അവന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ പോകുന്നു. നോ, നോ, വരാൻ പാടില്ല, വരാൻ പാടില്ല. പാവം ദിഗ്വിജയൻ ഒന്നും അറിയില്ല. അവളെ വിശ്വസിച്ച് കെണിയിൽപ്പെട്ടാണ് ദിഗ്വിജയൻ. തെറ്റ് പറ്റിപ്പോയി അവന്. വരാൻ പാടില്ല. അവള് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളെ എല്ലാവരും അവള് കൊല്ലും. എങ്ങനെ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? അവളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്റെ കൂട്ടുകാരെല്ലാം അവിടെ തന്നെയാണല്ലോ. എന്തെങ്കിലും ചെയ്ത് അവരെ അറിയിക്കണം. എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. അത് ഈ സത്യങ്ങളെല്ലാം ദിഗ്വിജയെ അറിയിച്ചേ പറ്റൂ. ഈ സത്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ആ വീട്ടിൽ മരുമകളാക്കാൻ പാടില്ലെന്ന് ദിഗ്വിജയോട് പറയണം. പറഞ്ഞേ മതിയാവൂ. പക്ഷേ ഞാൻ പറയുന്നത് ദിഗ്വിജയ് എന്റെ വാക്കുകൾ വിശ്വസിക്കൂ. വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്തെങ്കിലും തെളിവും കൂടി വേണം. എന്ത് തെളിവാ കാണിക്കുക? എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്ത് അവളുടെ പദ്ധതികളെല്ലാം പൊളിക്കണം. എന്റെ സുഹൃത്തുക്കളെല്ലാം ഞാൻ രക്ഷിക്കും. എന്തെങ്കിലും ചെയ്ത് രക്ഷിച്ചേ പറ്റൂ. എനിക്ക് തിരിച്ചു പോണം. മുതലാളി, മുകളിലത്തെ റൂമിലൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? അവനെ നടത്തും. എടാ വിശ്വനാഥൻ, അത് ചിലപ്പോ ഫോൺ ചെയ്യാൻ വല്ലതും പുറത്തു പോകണമെന്ന് അറിയത്തില്ല. ഞാനൊന്ന് പോയി നോക്കാം. നോക്കിട്ടോ. ദിഗ്വിജയ്, കല്യാണം എപ്പോഴാണ്? പെട്ടെന്ന് തന്നെ നടത്തുന്നുണ്ടോ അതോ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണോ നടത്തുന്നത്? ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല സമ്രാട്ട്. നോക്കാം. മുഹൂർത്തം കിട്ടിക്കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്താമല്ലോ. ദിഗ്വിജയ്, വേഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഊണ് തരാൻ നോക്കടാ. പുറത്തെല്ലാം നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. ഫോൺ ചെയ്തിട്ടാണ് എടുക്കുന്നുമില്ല. ഇവൻ ഈ സമയത്ത് എങ്ങോട്ട് പോയതാ? പുറത്തെല്ലാം നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. ഫോൺ ചെയ്തിട്ടാണ് എടുക്കുന്നുമില്ല. ഇവൻ ഈ സമയത്ത് എങ്ങോട്ട് പോയതാ? ഈ ഡോക്ടർമാരെല്ലാരും ഇങ്ങനെയാണോടാ? എന്തെങ്കിലും അത്യാവശ്യം പോയതായിരിക്കും അവൻ. വേണേ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇനിയിപ്പോ അതൊന്നും വേണ്ട. സോറി ശിവാനി. ഇനി ഒരു ദിവസം ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം. കുഴപ്പമില്ല. അവൻ നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. റീസെന്റ് ഇങ്ങനെ ആയത്. ഈ അടുത്തിടയ്ക്ക് ഒരു അപകടം പറ്റിയ പിന്നെ. ആണോ? എന്താ പറ്റിയത്? അത് പറയാൻ പോയ ഒരുപാട് പറയേണ്ടി വരും. അത് ഞാൻ മറ്റൊരു ദിവസം പറഞ്ഞുതരാം. ഇത്രയും കാലം ഞങ്ങൾ ആരെയാണോ കാത്തിരുന്നത്, അവൾ ഇവിടെ തന്നെയുണ്ട്. എന്റെ ഫ്രണ്ട് സർക്കിളിൽ ദിഗ്വിജയാണ് ബുദ്ധിമാനെന്നായിരുന്നു എന്റെ വിചാരം. അവനെ പോലും നന്നായി കവളിപ്പിച്ച് ഈ വീട്ടിലേക്ക് കടന്നുകൂടുവാൻ അവളുടെ പ്ലാനെന്ന് തോന്നുന്നു. അവൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളോടുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയാ. ദിഗ്വിജയന്റെ മരുമകളാകാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി ത്രിവിക്രമനെ സ്നേഹിക്കുന്നതുമെല്ലാം അവിടെ നാടകം മാത്രമാണ്. എത്ര ദിവസം നീ ഇങ്ങനെ നാടകം കളിക്കും? കളിക്ക് ഒരു ശരിയായ സമയം നോക്കി
എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിന്റെ മുഖം ഞാൻ വെളിപ്പെടുത്തും. നിനക്കിനി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പം നീ കളിക്കുക. ഇനി ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നേ? വേഗം നമുക്ക് പാട്ട് തുടങ്ങിയാലോ? ആ എന്നാ ആയിക്കോട്ടെ. ആ തൃശൂൽ മോനെ, എല്ലാവർക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് എടുത്തേ. ദിഗ്വിജയ്, പാർട്ടി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ജ്യൂസ് ആണോ തരുന്നത്? പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലടാ. അല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അല്ലേ? നമ്മൾ എന്തിനാ ഈ പാർട്ടി നടത്തുന്നത്? നമ്മുടെ ദിഗ്വിജയന്റെ മകന്റെ എൻഗേജ്മെന്റ് അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ ആരാദ്യം ഡാൻസ് കളിക്കേണ്ടത്? ഏയ്, ഇങ്ങനെയാവുമല്ലടാ. ഡാൻസ് കളിക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? ത്രിവിക്രമനും ഒപ്പം ശിവാനി. അതെ അതെ, ചേട്ടനും ചേട്ടത്തിന് ഡാൻസ് കളിച്ചേ പറ്റൂ. അങ്കിൾ, ഞാൻ ചെയ്ത ശരിയാവില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടുന്ന് വിടാൻ പോണില്ല. എടുത്തി പ്ലീസ്, ഏട്ടാ കമോൺ. Come on, man, do it. മോനെ, Come on. ഇങ്ങോട്ട് കേറി തകർക്കടാ. നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല കണ്ടില്ലടാ ഞങ്ങളുടെ മോന്റെ ഡാൻസ്. എത്ര എനർജിയോടെ അവൻ കളിക്കുന്നതെന്ന് നോക്കി. അവര് രണ്ടുപേരും അടിപൊളി ജോഡിയാ. ഇതൊക്കെ അനുഭവിക്കാൻ ഒരു യോഗം വേണം. നിനക്ക് ഭാഗ്യം ഉണ്ടാവോ എന്തോ. നീ വരും നേരമായി നെഞ്ചിലെ കാന്തമാ പാദസ്വനങ്ങൾ കേട്ടു ഞാൻ വേനൽ മാറിയിൽ ഓരോ ചില്ലകൾ നീളെ വീശിപ്പൂവലാ അതിലാകെ മൂടി താഴ്വരാ നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല എന്തിനാ ഞാൻ ഇത്രയും വിഷമിക്കുന്നത്? ശിവാനിയും കൊച്ചുമുതലാളിയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്താന്ന് വെച്ചാ ശിവാനിയെ നിനക്ക് ഇപ്പോഴും ഇഷ്ടം. നീ എന്താ ഇവിടെ? ഞാൻ ശിവാനി മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക. കള്ളം. ഞാൻ ശിവാനി മറന്നതാ. ശിവാനി ബോസിനോട് ചേരേണ്ടവളല്ലേ? അവര് തന്നെ ശരിക്കുള്ള ജോഡി. അങ്ങനെയാണെങ്കിൽ അവര് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് നീ എന്തിനാ വെറുതെ കരയുന്നത്? അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നിനക്കെന്താ പ്രശ്നം? പ്രശ്നമല്ല, വേദനയാ. നീ ഇപ്പോഴും പ്രണയത്തിലാണ്. ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നേ? പറ. നിന്റെ മനസ്സിൽ നിന്ന് അവള് പോയിട്ടില്ലല്ലോ.
തൃശൂൽ, ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോ. നിന്റെ ഈ ബിഹേവിയർ ബോസ് എങ്ങാനും മനസ്സിലാക്കിയാലുണ്ടല്ലോ, നിനക്ക് ശിവാനിയുടെ സ്നേഹം നഷ്ടപ്പെട്ട പോലെ ബോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് എന്റെ ബോസ് എന്നും വേണം. അയ്യോ, എനിക്ക് എന്റെ ബോസ് എന്നും വേണം. എനിക്ക് എന്റെ ബോസിന് വേണം. എനിക്ക് എന്റെ ബോസിന് വേണം. വിക്രം, നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ജോഡിയാ. ഡാ, ദിഗ്വിജയ്, നല്ലൊരു മരുമോളെ തന്നെ കിട്ടിയില്ലോടാ നിനക്ക്. സെലക്ഷൻ ആരുടെയാ മോനെ? എന്റെ മകന്റെ അല്ലേ? ആ ദേഹത്തോടുന്ന രക്തം ആരുടെയാ? എന്റെ. അതാണ്. അപ്പൊ പിന്നെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ലല്ലോ. ശിവാനി, എന്തുപറ്റി? ഒന്നുമില്ല. കമോൺ ശിവാനി, പറയേ, എന്തുപറ്റി? ഓ, അത് കുറച്ചു നേരം മുകളിൽ പോയി സംസാരിച്ചാലോ? ഓക്കെ, ഡാഡി, ഞങ്ങൾ കുറച്ചു നേരം മുകളിലേക്ക് പോയിക്കോട്ടെ. യു ക്യാരി ഓൺ. അവര് പോയതെന്തായിരുന്നു? പെട്ടെന്ന് അവിടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനല്ലേടാ അവരോട് പൊക്കോളാൻ പറഞ്ഞത്. സൂപ്പർ സൂപ്പർ. നന്ദീശ, അതിങ്ങുണ്ടോ? ശിവാനി, നമ്മൾ മുകളിലേക്ക് പോയിക്കോട്ടെന്ന് ചോദിച്ചപ്പോ എല്ലാരും നമ്മളോട് പൊക്കോളം പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. അത് നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? അവർക്ക് നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സമയമായിരിക്കും. ഓഹോ, അതിനാണോ? നമ്മൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കായിരുന്നല്ലേ അവര്? എക്സാക്ട്ലി. അതിരിക്കട്ടെ, നിനക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടോ ത്രിവിക്രം? ഡ്രിങ്ക്സ് എനിക്കൊരു ഹാബിറ്റ് ആയിരുന്നില്ല, ശരിക്കും ഡെയിലി റൊട്ടീൻ ആയിരുന്നു. എന്ന് വെച്ചാ ഇപ്പോഴും? നോ 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 നോ, ഇപ്പോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. സത്യമായിട്ടോ? എനിക്ക് തന്നെ വല്ലാത്തൊരു മാറ്റം തോന്നുന്നുണ്ട്. അത്ര പെട്ടെന്ന് അങ്ങനെ മാറാൻ പറ്റില്ലെന്നാണല്ലോ പറയാറ്. ശിവാനി, സ്വന്തം ഗേൾഫ്രണ്ടിന് വേണ്ടി ജീവൻ കളയാൻ പോലും ഇവിടെ ആൾക്കാർ തയ്യാറാണ്. പിന്നല്ലേ ഈ സിഗരറ്റും ലിക്കറൊക്കെ. എന്നുവെച്ചാ ഞാൻ ലിക്കർ നിർത്താനുള്ള റീസൺ താൻ തന്നെ. ശിവാനി, തന്നെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിലും ഒട്ടും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എന്റെ ഈ ചേഞ്ചിനെല്ലാം കാരണം താൻ തന്നെ ശിവാനി. ഞാനത് തമാശയായിട്ട് പറഞ്ഞല്ലേ ശിവാനി. ഈ ഡ്രസ്സും തനിക്ക് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ നേരത്തെ നീ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് നല്ലതെന്നാണല്ലോ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. ആ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തു. ബ്യൂട്ടി ഒരിക്കലും ഡ്രസ്സിലല്ല, അത് ഇടുന്ന ആളില്ല. അല്ല, വെറും ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ? എന്റർടൈൻമെന്റ് ആയിട്ടൊന്നും ഇല്ലേ? യെസ്, വൈ നോട്ട്? ആരെങ്കിലും ഒരാൾ ഡാൻസ് കളിക്ക്, വേറെ ആരും നോക്കണ്ട. മുതലാളി നന്നായിട്ട് ഡാൻസ് ചെയ്യും. മുതലാളി ചില്ല് മുതലാളി. എടാ, ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച കാലം മറന്നു. ഇനി വേണേ കണ്ട ഡാൻസ് ചെയ്യും. ചേച്ചി ഞാൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ചേഞ്ച് ആവാനുണ്ട്. ശിവാനെ ആദ്യം തന്നെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം. അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം. നീ
തൃശ്ശൂരിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പാവ അവന് നല്ല വിഷമായിട്ടുണ്ട്. അതൊന്നുമില്ല. തൃശ്ശൂർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിഷമിക്കുന്ന ആളെ അല്ല. അങ്ങോട്ട് നോക്കി, അത്ര വിഷമമുള്ളതുകൊണ്ടല്ലോ അവൻ അവിടെ പോയിരിക്കുന്നത്. അവനെ കണ്ടാൽ തന്നെ അറിയാം മനസ്സിന് നന്നായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടെന്ന്. വീട്ടിലുള്ള എല്ലാരും ചേർന്ന് തെറ്റ് അവന്റേതാണെന്ന് പറഞ്ഞത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ത്രിവിക്രം. അയ്യോ, ഞാൻ കുറച്ച് റൂഡായിട്ട് അവനോട് ബിഹേവ് ചെയ്തേ. ബട്ട് ശിവാനി, ആ ഡ്രസ് ഞാൻ തനിക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ടാ. ഈ പാർട്ടിയിൽ മുഴുവൻ താൻ ആ ഡ്രസ്സ് തന്നെ ഇടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ തൃശ്ശൂര് ആ ഡ്രസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അവന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റേ എനിക്ക് പറ്റിയ തെറ്റാ. ജ്യൂസ് ഒഴിച്ച അവനല്ലേ, പിന്നെ അതിൽ താനെങ്ങനെ തെറ്റുകാരിയാവുന്നേ? അല്ല ത്രിവിക്രം, ജ്യൂസ് അവൻ തന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാ. അതൊന്നും പറയാൻ വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഓ, അങ്ങനെയായിരുന്നു. ഞാൻ കരുതി തൃശ്ശൂരിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. ബട്ട് ഡോണ്ട് വറി, അവനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് 5 മിനിറ്റ് തന്നാൽ മതി. ഐ വിൽ ബി ബാക്ക്.